ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനില് വധിക്കപ്പെട്ടതോടെ ആകെപ്പെട്ടിരിക്കുന്നത് ഇറാനാണ്. ലോക നേതാക്കൾക്ക് ഒട്ടു സുരക്ഷിതമല്ലാത്ത രാജ്യമാണ് ഇറാനെന്ന പ്രതീതി ശക്തമാണ്. മുഖം രക്ഷിക്കാന് വേണ്ടി ഇസ്രായേലിനോട് കണക്കു തീർക്കുമെന്ന് പറയുമ്പോഴും എന്താണ് സംഭവിക്കുകയെന്ന ആകാംക്ഷയാണ് എങ്ങും. ഇറാന്റെ സൈനികാണവ പദ്ധതികളുടെ തലപ്പത്തുള്ളവരെ ഇസ്രയേല് ഇറാനില് കടന്നു മുൻപ് വകവരുത്തിയിട്ടുണ്ടെങ്കിലും പലസ്തീന് നേതാവിനെ ഇല്ലാതാക്കുന്നത് ഇതാദ്യമാണ്. ഇത് ഇറാനെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തില് ടെഹ്റാനില് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാന് ഇറാന് പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖാമനി ഉത്തരവിട്ടതായി 3 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ബുധനാഴ്ച രാവിലെ ഹനിയ കൊല്ലപ്പെട്ടതായി ഇറാന് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ഇറാന് സുപ്രീം ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖാമനി ഉത്തരവിട്ടതെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. 3 ഉദ്യോഗസ്ഥരില് 2 പേര് ഇറാന് ഇസ്ലാമിക് റെവല്യൂഷന് ഗാർഡ്സ് കോർപ്സിലെ അംഗങ്ങളാണെന്നും റിപ്പോർട്ടില് പറയുന്നു. ഇസ്രായേല് കഠിനമായ ശിക്ഷയ്ക്ക് കളമൊരുക്കിയതായി നേരത്തെ ഖാമനി തന്റെ വെബ്സൈറ്റില് പ്രസിദ്ധീകരിച്ച സന്ദേശത്തില് വ്യക്തമാക്കിയിരുന്നു.